രണ്ടാമത്തെ വ്ളോഗാണ്. അപ്പോൾ ഇനി നമ്മൾ കുറേ സ്ഥലങ്ങൾ കാര്യങ്ങൾ കാണാൻ പോകുന്ന വ്ളോഗാണ്. അപ്പം ഞാൻ കേട്ടോ സാധനമൊക്കെ ഫുള്ള് പാക്കാക്കിയിട്ടുണ്ട്. പോവാണ് വണ്ടിയിലാണ് എടുത്തിട്ട് ക്ലാസ് ഫുള്ള് താത്തു. പോണേ ഞാൻ കയറട്ടെ. നമ്മളിപ്പോൾ ഇവിടെ ഉള്ളത് ആർക്കാ എനിക്കറിയാം. അല്ല എനിക്കും അറിയില്ല. എന്തോ ഹണി പറഞ്ഞു കൊടുക്കട്ടെ പേര്. വേറെ എനിക്ക് നിച്ചല്ലേ എന്തോ ഒരു വർക്കില്ലേ. ഇതിൻ്റെ പേര് ഹണി മ്യൂസിയം ആണ്. ടിക്കറ്റ് എടുക്കണം. ആദ്യം ഉണ്ടാക്കിയെടുത്തിട്ട് ആദ്യം ഓഫാക്കുവാനെ. ഇതൊരു തേനീച്ചയുടെ തലയാണ്. മനുഷ്യർക്കൊക്കെ 2 കണ്ണുള്ളപ്പോൾ ഒരു തേനീച്ചക്ക് 5 കണ്ണാണുള്ളത്. മുകളിൽ 3 എണ്ണം, 2 സൈഡിലും ഓരോ. ഇത് 2 കോമ്പൗണ്ട് എന്ന് അതിന് പറയാം. ഈ കോമ്പൗണ്ട് 2 സെൻസറി പവർ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇത്രയും പേരുണ്ട്. ആരെയും ഒരാൾ കല്ലെടുത്തതിന് എറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ എറിയുന്ന ആളെ മാത്രം എയിം ചെയ്തുകൊണ്ട് വന്ന് ആക്രമിക്കാനുള്ള ഒരു കഴിവുള്ള ജീവിയാണ് തേനീച്ച. അത് കല്ലെടുക്കുമ്പോഴേ ഈ സെൻസറിങ്ങനെ കണ്ടുപിടിക്കുക എവിടുന്നാണ് ആ കല്ല് വരുന്നത്, അവരെ മാത്രം ആക്രമിക്കുന്നുള്ളൂ. അതുകൂടാതെ മുകളിലെ 3 കണ്ണുകൾ 360 ഡിഗ്രി ചലിപ്പിക്കാൻ പറ്റും. മേലെ താഴെ ലെഫ്റ്റ് റൈറ്റ് മുന്നിൽ. സംസാരശേഷി ഉണ്ടാവില്ല. നാവ് കട്ടി കൂടുതലായിരിക്കും. സോഫ്റ്റ് ആകാൻ ഏറ്റവും നല്ലതാണ്. ചെറുതാനും ഭയമ്പും കൂടെ കൊടുക്കുന്നത്. ഇതാണ് മസ്റ്റർഡ് ഹണി. കടുകിൻ്റെ പൂന്ന് എടുക്കുന്നതാണ്. വാദം ഇൻക്ലൂസ് വെയിനൊക്കെ ഉള്ളവർക്ക് നല്ലതാണ്. ഇത് സാധാ തേൻ 1 വർഷമായതാണ്. ഇത് 10 വർഷമായതാണ്. ഓരോ വർഷം തോറും തേൻ ഇങ്ങനെ ഡാർക്ക് ആയിക്കൊണ്ടിരിക്കുന്നത് ഒരിക്കലും ഉപയോഗശൂന്യമാകുന്നില്ല. എത്ര വർഷം പഴയതാണെങ്കിൽ തേൻ കഴിക്കാൻ പറ്റും. ഇതാണ് വാക്സിൻ. അതേപോലത്തെ ഡ്രസ് ഉപയോഗിച്ച് ഫോറസ്റ്റ് പോകുമ്പോൾ തേനീച്ചയുടെ കുത്തി ഏൽക്കില്ല. അഥവാ തേനീച്ച കുത്തിയാൽ തന്നെ അതിന് കൊമ്പതിനകത്ത് കയറത്തില്ല, നമ്മുടെ ശരീരത്തിൽ ഏൽക്കത്തില്ല. അപ്പോൾ തേനീച്ചക്കും സേഫ്റ്റിയാണ്, നമുക്കും സേഫ്റ്റിയാണ് ഇതേപോലത്തെ ഡ്രസ് ഉപയോഗിക്കുന്നത്. ബൈ ചാൻസ് തേനീച്ച കുത്തുന്നതോടുകൂടി തേനീച്ച മരിച്ചു പോകും. കാരണം അത് കുത്തുമ്പോൾ അതിന് കൊമ്പ് പൊട്ടിപ്പോകും. തേനീച്ചയുടെ കൊമ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദരത്തോട് ചേർന്നാണ്. അത് ഉദരത്തോട് ചേർന്ന് പൊട്ടി വേർപെട്ട് പോവുകയാണ്. അപ്പം തന്നെ തേനീച്ച മരിക്കും. മണിയാണ് വിറ്റാമിൻ മിനറൽസ്. അവിടെ നിന്നോളൂ, അവിടെ നിന്നോളൂ. ഞാൻ വിറ്റാമിൻ മിനറൽസ് ഏറ്റവും കൂടുതലുള്ള തേനാണ്. ലിവർ സിറോസിസ്, പ്രഗ്നൻസി ലേഡി, യൂറിൻ ഇൻഫെക്ഷൻ, ഹാർട്ട് പേഷ്യൻ, ഷുഗർ പേഷ്യൻ. ഏറ്റവും കൂടുതൽ ഔഷധ സസ്യങ്ങളാണ് വയനാട് ഫോറസ്റ്റിൽ. ഏറ്റവും കൂടുതൽ ആയുർവേദ മെഡിസിൻ ഉപയോഗിക്കുന്നതാണ് വയനാട് ഫോറസ്റ്റിൽ. നമ്മൾ പോവാണേ ഞങ്ങൾ പോകാൻ ഇങ്ങോട്ട് പോവാണേ. ഒരു പ്ലാനില്ല. ഇങ്ങനെ പോവാണേ. ഏയ്
കിളിയോ പച്ചക്കിളിയോ മതി 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 റോഡ് കൂടെ നമ്മളേ ചീത്ത കിട്ടും. ഇവർക്ക് പോണത് നല്ല നാടൻ സദ്യ ഉച്ചക്കല്ല സാധാ ചോറിന് പോലെ. ജയ് കടിച്ചുടി അതിനെ ഇട്ടെങ്കിൽ നിൽക്കും. ആ ഇവരുടെ കൂടെ കൈയിട്ടല്ലേ കടിച്ചു ഇപ്പൊ ഉടനത് പറഞ്ഞിട്ട് പൂക്കോട്ട് നിറകാം. അത് പണ്ടതായിരിക്കല്ലേ കുറെ റൈഡുകളൊക്കെ വന്നിട്ടുണ്ട് ഈ ഭാഗത്ത്. അത് പണ്ടായിരുന്നില്ല ഈ ഭാഗത്തേക്ക് തടാകത്തേക്ക് ഇപ്പൊ ഇവിടെ കുറെ ഇതൊക്കെ ഉണ്ട്. അതിനെ കുറിച്ച് നല്ല പാർക്കാണ്. അയാളെ ഐസ്ക്രീം തിന്നെ അതിൻ്റെ അടുത്ത് വാങ്ങിയാണ്ട് വരുന്നത് എന്താ അല്ലേ? തത്തല്ലേ സുഖമില്ലാത്തോണ്ട് ഭയങ്കര വില്ലനാണ്. ഐസ്ക്രീം വാങ്ങി പോകും. ഇവർക്ക് പോരാൻ അവർ രണ്ടാൾ കടക്കണ്. ഞങ്ങളങ്ങനെ ഫുള്ള് കറങ്ങാൻ പോവാണ്. ഭയങ്കര എവിടെ ചെയ്താ മലയണ്ണൻ തണുപ്പുണ്ടല്ലേ. അവിടെ 2-3 പ്രാവശ്യം വന്നിട്ടുണ്ട്. ഞങ്ങൾ ഇതിൽ നടന്ന് അവിടെ വരട്ടെ. നമ്മൾ അവിടെ വരും പോവും നേരെ പോവും അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ വെച്ച് വൈൻഡപ്പ് ആക്കുകയാണ്. കാരണം ഒരുപാട് ലെങ്ത് ആക്കി നിങ്ങൾ വെറുപ്പിച്ചിട്ടില്ല. അങ്ങനെ നമുക്ക് അടുത്തൊരു നല്ല അടിപൊളി വ്ളോഗ് ആയിട്ട് കാണാം. ബൈ ബൈ.